ദ ഫോളിഷ് സ്വാമി, വിഡ്ഢിയായ ഒരു സ്വാമിയുടെ കഥ നമുക്ക് കേൾക്കാം. ദ പീപ്പിൾ ഓഫ് വാരാണസി വെർ വെരി എക്സൈറ്റഡ്. വാരാണസിയിലെ ജനങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. എ ബുൾ ഫൈറ്റ് വാസ് അബൌട്ട് ടു ടേക്ക് പ്ലേസ്. ഒരു കാളപ്പോര് നടക്കാൻ പോവായിരുന്നു അവിടെ. ദ ബെൻ ഹോൺസ്, ദ ഫിയറി ഐസ് ആൻഡ് ദ പോയിൻറ്റഡ് ഇയേഴ്സ് ഗേവ് ദ ബുൾസ് എ ഗ്രാൻഡ് ലുക്ക്. ആ വളഞ്ഞ കൊമ്പുകളും പേടിപ്പിക്കുന്ന കണ്ണുകളും പോയിൻറ്റഡ് ആയിട്ടുള്ള കൂർത്ത ചെവികളും ഒക്കെ ബുൾസിനൊരു നല്ലൊരു ലുക്ക് കൊടുക്കുന്നുണ്ട്. ദ ക്രൗഡ് വാസ് ചിയറിങ് ആൻഡ് ബോധിസത്വ വാസ് എമംഗ് ദം. അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെല്ലാവരും ആർപ്പ് വിളിക്കുകയായിരുന്നു. അതിൽ ബോധിസത്വനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഹി വാസ് ബോൺ ആസ് എ മെർച്ചൻറ്റ് ഇൻ ദിസ് ബർത്ത്. ഈ ജന്മത്തിൽ അവനൊരു മെർച്ചൻ്റ്, ഒരു വ്യാപാരി ആയിട്ടായിരുന്നു ജന്മം കൊണ്ടത്. എ സ്വാമി വാസ് പാസിംഗ് ബൈ. ഒരു സ്വാമി അതിലൂടെ നടന്നു പോവായിരുന്നു. ഹി ആസ്ക്ഡ് എ മാൻ ഇൻ ദ ക്രൗഡ്. അയാൾ ആ കൂട്ടത്തിലുള്ള ഒരാളോട് ചോദിച്ചു, വാട്ട് ഈസ് ദിസ് ക്രൗഡ് ഫോർ? എന്തിനാണ് ഈ കൂട്ടം? എ ബുൾ ഫൈറ്റ് ഈസ് ടു ടേക്ക് പ്ലേസ്. ഒരു കാളപ്പോര് നടക്കാൻ പോവാണ്. വൺ ഷുഡ് നോട്ട് മിസ് വാച്ചിങ്, റിപ്ലൈഡ് ദ മാൻ. ഒരിക്കലും അത് മിസ്സാക്കരുതെന്ന് ആ മനുഷ്യൻ പറഞ്ഞു. ദ സ്വാമി ഡിസൈഡഡ് ടു വാച്ച് ദ ഫൈറ്റ്. അങ്ങനെ സന്യാസി ആ ഫൈറ്റ് കാണാൻ തന്നെ തീരുമാനിച്ചു. സീയിങ് ദ സ്വാമീസ് ബ്രൈറ്റ് ഓറഞ്ച് ക്ലോത്തിങ് ആൻഡ് ഹിസ് ലോങ് ബിയേർഡ്, എ ബുൾ ബിക്കെയിം എ ലിറ്റിൽ ഫ്രൈറ്റൻഡ്. അങ്ങനെ സ്വാമിയുടെ ഓറഞ്ച് വസ്ത്രവും വലിയ താടിയും ഒക്കെ കണ്ടപ്പോൾ ഒരു കാളയ്ക്ക് ഒരിത്തിരി പേടിയായി. ഇറ്റ് സ്റ്റുഡ് വിത്ത് ഹിസ് ഹെഡ് ബെൻറ്റ് എ ലിറ്റിൽ ഡൗൺവേർഡ്സ്. അപ്പോൾ അത് എന്താണ്, അതിൻ്റെ തല ഇത്തിരി താഴത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ നിന്നു. The bull is bending his head with respect, thought the foolish Swami. അപ്പോൾ ആ വിഡ്ഢിയായ സ്വാമി എന്ത് വിചാരിച്ചു? ഈ കാള കുമ്പിടുന്നത് റെസ്പെക്റ്റ് കൊണ്ടാണെന്ന്, ബഹുമാനം കൊണ്ടാണ് തല കുമ്പിടുന്നതെന്ന് ആ കാള വിചാരിച്ചു. സ്വാമി വിചാരിച്ചു. ഹീ സെഡ് ലൗഡ്ലി. അയാൾ ഉറക്കെ പറഞ്ഞു, നോ വൺ ഇൻ ദിസ് ക്രൗഡ് ഷോഡ് ദെയർ റെസ്പെക്റ്റ് ടു മീ. ഈ കൂട്ടത്തിലുള്ള ആരും എന്നോട് ബഹുമാനം കാണിച്ചില്ല. ദിസ് ആനിമൽ ഈസ് വെരി ഇൻ്റലിജൻറ്റ്. ഈ മൃഗം വളരെ ബുദ്ധിശാലിയാണ്. ലുക്ക് അറ്റ് ഇറ്റ്, ഹൗ ഇറ്റ് ഈസ് ബെൻഡിങ് ഇറ്റ്സ് ഹെഡ് ഇൻ റെസ്പെക്റ്റ്. നോക്കൂ, അത് എത്ര റെസ്പെക്റ്റിൽ അത് അതിൻ്റെ തല കുമ്പിടുന്നത് നോക്കൂ എന്ന് പറയും. ഹി ദെൻ സ്റ്റാർട്ടഡ് ടു ഗോ നിയർ ദ ആനിമൽ. അയാൾ ആനിമലിൻ്റെ അടുത്തേക്ക് പോയി. ബോധിസത്വ വാണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ബോധിസത്വൻ ഈ സ്വാമിയെ വാൺ ചെയ്തു. സ്വാമിജി പ്ലീസ് ഡോണ്ട് ഗോ നിയർ ഇറ്റ്. സ്വാമിജി പ്ലീസ് അതിൻ്റെ അടുത്തേക്ക് പോവല്ലേ. വൺ മസ്റ്റ് ഓൾവേസ് ബി കെയർഫുൾ വൈൽ ഗോയിങ് നിയർ എനി ആനിമൽ. ഏത് മൃഗത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴും നമ്മൾ ഇത്തിരി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയും. ദ ബുൾ ഈസ് സ്കെയർഡ് ആൻഡ് ഈസ് ഗെറ്റിംഗ് റെഡി ടു ചാർജ് അറ്റ് യു. ആ ബുള്ള് പേടിച്ചിരിക്കുകയാണ്, അത് നിങ്ങളെ ആക്രമിക്കാനായിട്ട് അടുത്തേക്ക് വരാനായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. ദ സ്വാമി ഡിഡ് നോട്ട് ലിസൺ ടു ബോധിസത്വാസ് വൈസ് വേർഡ്സ്. ബോധിസത്വൻ്റെ വിവേകപൂർണമായ വാക്കുകളെ സ്വാമി വകവെച്ചില്ല. ഇൻസ്റ്റെഡ് ഹി സെഡ്. പകരം അദ്ദേഹം പറഞ്ഞു, നോ, ഐ വിൽ ഗോ ടു ദ ആനിമൽ. ഇല്ല, ഞാൻ ആ മൃഗത്തിൻ്റെ അടുത്തേക്ക് പോവും. കാണ്ട് യു സീ, നിനക്ക് കാണാനില്ലേ? ഇറ്റ് ഈസ് വെയിറ്റിംഗ് വിത്ത് ഇറ്റ്സ് ഹെഡ് ബെൻറ്റ് ടു സീക്ക് ബ്ലെസ്സിങ്സ് ഫ്രം മീ. എൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അത് തലകുമ്പിട്ട് നിൽക്കുകയാണെന്ന് പറയും. ദ സ്വാമി വാക്ക് ടുവേർഡ്സ് ദ ആനിമൽ. അതും പറഞ്ഞുകൊണ്ട് സ്വാമി എന്ത് ചെയ്തു? മൃഗത്തിൻ്റെ അടുത്തേക്ക് നടന്നു. ഫോർ എ മൊമെൻറ്റ് ദ ബുൾ സ്റ്റുഡ് സ്റ്റിൽ. ഒരു നിമിഷത്തേക്ക് ആ കാള അനങ്ങാതെ നിന്നു. ദെൻ ഓൾ ഓഫ് എ സഡൻ, പെട്ടെന്ന് ഇറ്റ് റാൻ സ്ട്രെയിറ്റ് അറ്റ് ദ സ്വാമി. അത് നേരെ ഓടി സ്വാമിയുടെ അടുത്തേക്ക് വന്നു. ദ സ്വാമി വാസ് ത്രോൺ ഇൻ ടു ദ എയർ. സ്വാമീനെ എന്നിട്ട് അത് എയറിലേക്ക് വലിച്ചെറിഞ്ഞു. എങ്ങനെ നമുക്കറിയാം അല്ലേ, കാള കൊമ്പുകൊണ്ട് ഇങ്ങനെ മറച്ചിടുന്ന കണ്ടിട്ടില്ലേ? His staff fell on one side and the pitcher fell on the other. സ്വാമിയുടെ സാധനങ്ങളെല്ലാം ഒരു ഭാഗത്തേക്കും സ്വാമി മറ്റൊരു ഭാഗത്തേക്കായിട്ട് വീണു. The hurt Swami bent his head in shame and quickly went away from there. അങ്ങനെ മുറിവ് പറ്റിയ സ്വാമി bent his head, അദ്ദേഹത്തിൻ്റെ തല കുമ്പിട്ടു. എങ്ങനെ? നാണത്തിൽ, ഇൻ ഷെയിം അല്ലേ, നാണത്തിൽ. എന്നിട്ട് പെട്ടെന്ന് തന്നെ went away from there, അയാൾ അവിടെ നിന്ന് പോയി. വൈൽ ദ റെസ്റ്റ് ഓഫ് ദ ക്രൗഡ് ലോഫ്റ്റ്. ബാക്കിയുള്ള കൂട്ടത്തിലുള്ള എല്ലാവരും ചിരിച്ചപ്പോൾ ബോധിസത്വ കമൻറ്റഡ്. ബോധിസത്വ പറഞ്ഞു, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എനി മാൻ ടു യൂസ് ഹിസ് കോമൺ സെൻസ്.
എല്ലാ മനുഷ്യരും അവരുടെ കോമൺ സെൻസ് ഉപയോഗിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണെന്ന് ബോധിസത്വൻ പറഞ്ഞു. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മോറലും അത് തന്നെയാണ് അല്ലേ. നമ്മൾ സാമാന്യ ബുദ്ധി ഉപയോഗിക്കണം. എന്ത് കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് പോലെ അങ്ങനെ ആക്കാണ്ട് ചിന്തിക്കുക. എന്താണ് ഇത്, ശരിയാണോ തെറ്റാണോ, അങ്ങനെ ഇത് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അപ്പോൾ നല്ലൊരു കഥയായിരുന്നു അല്ലേ. അപ്പോൾ ഇനി അടുത്ത കഥയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.